ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയതുപോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആത്മാർത്ഥ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്നേഹം പിടിച്ചു വാങ്ങാനോ വിലപേശി വാങ്ങാനോ ശ്രമിക്കരുത്. കാരണം അതിൽ 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുന്ന് നന്നായി ആലോചിക്കുക. എന്തു നല്ല കാര്യം ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്തുന്നവരിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുക. തൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നമ്മളെ വളർത്തുന്നവരും തളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അഭിനയിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമില്ല. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് വേഗത്തിൽ മാഞ്ഞുപോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്തു പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. 2 മനുഷ്യർ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അതിനു വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. തുടക്കത്തിലെ അടുപ്പം കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കരുത്. തുടക്കത്തിൽ എല്ലാത്തിനോടും കൗതുകം തോന്നുന്ന മനസ്സാണ് മനുഷ്യൻ്റേത്. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾ നിങ്ങൾക്കായി തന്നെ നിലകൊള്ളുക. വേറെ ഒരാളെയും പ്രതീക്ഷിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരായിരിക്കും. ഓരോ മനുഷ്യനും അവരുടേതായ വിലയുണ്ട്. പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആരൊക്കെയാണെന്ന്. സ്വന്തം താൽപ്പര്യങ്ങൾക്കൊപ്പം തൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും.